എടാ വീക്കുട്ട, ജിമിൻ വാ, ഭക്ഷണം കഴിക്കാം. ആ, ഞങ്ങളെത്തി. എങ്ങനെയുണ്ട് വീക്കുട്ട നിന്റെ പുതിയ പിയെ? ഓഹോ, അപ്പൊ മമ്മിക്ക് പറയാറുന്നല്ലേ? എടാ അവൾ നല്ല കുട്ടിയാടാ. പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോളല്ലേ, നിനക്കറിയുന്നതല്ലേ നാട്ടിലെ ജോസഫിനെ. നിങ്ങൾ രണ്ടാളും എന്തിനായിരുന്നു അവളെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എനിക്കൊന്നും തോന്നുന്നില്ല അവൾ അത്ര ബെറ്ററാണ്. അത് നിനക്ക് കുക്കിമോളെ കുറിച്ച് അറിയാത്തോണ്ടാ. നീ അറിഞ്ഞു കഴിയുമ്പോ ഇതൊക്കെ നീ തന്നെ മാറ്റിക്കോളൂ. എനിക്കും ആ കുട്ടി അത്ര കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. പാവം കുട്ടിയാ. ജിമിനെ, നീ തന്നെ ഇത് പറയണം കേട്ടോ. നീ അവിടെ കണ്ടോണ്ട് വന്നതല്ലേ അവൾ എന്നോട് തട്ടിക്കയറുന്നത്? അത് നീയും തട്ടിക്കയറുന്നുണ്ടായിരുന്നല്ലോ. നീ ആ കൊച്ചു മിണ്ടാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മതി അവളെ കുറിച്ച് പറഞ്ഞത്. ഭക്ഷണം കഴിച്ചിട്ട് വേഗം എണീച്ചു പോകാൻ നോക്ക്. അവളെന്താ അത്രയും പാവാണോ ഇവരൊക്കെ ഇതിനു മാത്രം പറയാൻ? എനിക്ക് തോന്നുന്നില്ലല്ലോ. കാണാനൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷെ സ്വഭാവം. അല്ല, ഞാനെന്തിനാ ഇപ്പൊ അവളെ കുറിച്ച് ചിന്തിക്കുന്നേ? എന്തേലും ആവട്ടെ. എന്നാ ശരി കുക്കി, ഞാൻ പോകുക. നീ ഇന്ന് തൊട്ട് വരാൻ ലേറ്റ് ആകുമായിരിക്കും അല്ലേ? ആടി, ഇന്ന് തൊട്ട് എന്റെ റൂട്ടീൻ സെറ്റ് ആവുന്നതേ ഉള്ളൂ. എപ്പോഴാ വരുന്നതെന്നൊന്നും അറിയില്ല. ഞാൻ നിനക്ക് ടെക്സ്റ്റ് ചെയ്തേക്കാം. എന്നാ ശരിയടി, ഞാനും പോകുക. ഇനി ആ ലേറ്റ് ആയെന്ന് പറഞ്ഞ ആ കാലമാടൻ എന്റെ തലയിൽ കയറണ്ട. ഗുഡ് മോർണിംഗ് അങ്കിൾ. വെരി ഗുഡ് മോർണിംഗ് മോളെ. നിന്റെ ക്യാബിൻ ഞാൻ ഐസക്കിന്റെ ക്യാബിനിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി തൊട്ട് നിന്റെ വർക്കുകളൊക്കെ അവിടെ ആയിരിക്കും. ഓക്കെ അങ്കിൾ, എന്നാ ഞാൻ പോട്ടെ. ശരി മോളെ. ഇയാൾ വന്നില്ലേ? ഞാൻ കയറിയേക്കാം. ഓ, തമ്പുരാട്ടി നേരത്തെ എത്തിയോ? വന്നോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇയാൾക്കൊന്ന് മര്യാദയ്ക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞോടെ? എന്തേലും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ല. അല്ല, നേരത്തെ ഇവിടെ കയറി അങ്ങ് ഇരിപ്പടം ഉറപ്പിച്ചോ? ആരതി ഒഴിഞ്ഞു കയറ്റാൻ ഇവിടെ ആരെയും കണ്ടില്ല. Eternity later. എന്താടി ഉണ്ടൊക്കെ നീ നോക്കുന്നേ? നീ പോടാ കൊരങ്ങി. അയാളോട് അടി ഉണ്ടാക്കി ഞാൻ മടുത്തു. എന്നാ നിനക്ക് മിണ്ടാതിരുന്നാ പോരെ? മിണ്ടാതിരിക്കാനോ? അത് ഞാനോ? അതിനീ കൂക്കി അല്ലാണ്ടിരിക്കണം. അയാളെ ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളക്കൂറ. ഇന്നും ഉണ്ടായിരുന്നോ ലോകമഹായുദ്ധം? ജിമിനെ, ഇതൊരു നടക്ക് പോകുന്ന എനിക്ക് തോന്നില്ല. അവള് ചുമ്മാ. എന്ത് ചുമ്മാ? ഇതൊക്കെ ഒരു രസമല്ലേടാ. നിനക്ക് അത്ര രസമാണെങ്കിൽ നീ അവളെ നിന്റെ പിയാക്ക്. എന്റെ അമ്മോ, ഞാനൊന്നും പറയുന്നില്ല. വാ, കഴിക്കാൻ പോവാ. സാർ, ഇന്ന് 3 മണിക്ക് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ, അപ്പൊ ഇവൾക്ക് മര്യാദയ്ക്ക് വർത്താനം പറയാനൊക്കെ അറിയാം. തന്നോടാ പറഞ്ഞേ. ആ, ദാണ്ട് കിടക്കുന്നു. ആ ഓക്കെ. ഇതേതാ പുതിയൊരു കുട്ടി? ഓ, ഇതായിരിക്കും ജുവലിലൂടെ വന്ന പുതിയ ആള്. കൊള്ളാലോ. ഹേയ്, താനാണോ ഇവിടെ വന്ന പുതിയ ആള്? അതെ സാർ. ഓ, തന്റെ പേരെന്താ? എന്റെ പേര് അന്ന. ഓ, ഓക്കെ. എന്നാ തന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഓക്കെ സാർ. ഇതാരാ ഫോൺ വിളിക്കുന്നേ? അച്ഛനാണല്ലോ. ഇനി ഇയാള്. സാർ, എനിക്കൊരു കോള് ചെയ്യാനുണ്ടായിരുന്നു. ഞാനൊന്ന് പുറത്തേക്ക് പോയിക്കോട്ടെ? ലുക്ക് ജുവൽ, നീയും ഇപ്പൊ ഈ ക്യാബിനിലാണ് ഉള്ളത്. ഇങ്ങനെ ഫോൺ വിളിക്കാനും ടോയ്ലറ്റിൽ പോകാനും കയറി വരാനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെർമിഷൻ ചോദിച്ചുകൊണ്ടിരിക്കുമൊന്നും വേണ്ട. നീ പോയിക്കോ. ഹലോ അച്ഛാ, എന്തുണ്ട്? സുഖമാണോ? എനിക്ക് സുഖം തന്നെയാ മോളെ. മോൾക്കോ? ഇന്നലെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. ഇവിടെയും കുറച്ച് തിരക്കായി പോയി. എങ്ങനെയുണ്ട് മോളെ? അവിടെ എല്ലാം ശരിയായോ? ഇവിടെ ഒരു കുഴപ്പമില്ല അച്ഛാ, എല്ലാം ശരിയായി. ഇന്നലെ തന്നെ ജോൺ അങ്കിള് വന്ന് എല്ലാം സെറ്റാക്കിയായിരുന്നു. ഞാനിവിടുത്തെ സാറിന്റെ PA ആയിട്ട് അച്ഛാ. കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പി അച്ഛാ.
അച്ഛൻ അത് കേട്ടാ മതി മോളെ. എങ്കിൽ പിന്നെ മോള് വെച്ചോ, തിരക്കായിരിക്കൂലേ. അച്ഛൻ ഇവിടെ ഒരു കുഴപ്പമില്ല കേട്ടോ, അച്ഛൻ ഹാപ്പിയാ. എന്റെ മോളെ എന്നെ ഓർത്തവിടെ വിഷമിച്ചിരിക്കരുത്. ഭക്ഷണമൊക്കെ നന്നായി കഴിക്കണം, മോളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിൽ പിന്നെ ശരി മോളെ. ശരി അച്ഛാ, ഓക്കെ, ടേക്ക് കെയർ. ഹേയ് ജുവൽ, താനെന്താ കരയുവാണോ? അത് നാട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചതാ, എന്തോ പെട്ടെന്ന് സങ്കടം വന്നു. അങ്കിൾ അവിടെ ഒറ്റയ്ക്കല്ലേ, അങ്കിളിനെന്നാ ഇങ്ങോട്ട് വന്നോടെ? അച്ഛനോട് പറഞ്ഞതാ, അച്ഛന് അവിടം വിട്ട് വരാൻ താല്പര്യമില്ലെന്നാ പറയുന്നത്. അച്ഛൻ അങ്ങനെ മാറിയൊന്നും നിൽക്കാറില്ല. പക്ഷെ എങ്ങനെയെങ്കിലും അച്ഛനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്തോ അച്ഛൻ അവിടെ ഒറ്റയ്ക്കായിട്ട് എനിക്കൊരു സമാധാനമില്ല. അത് ഞാൻ പപ്പേനെയും കൊണ്ട് പറയിച്ചു നോക്കാം, എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ആന്റി മരിച്ചതോടെ അങ്കിളാകെ ഒതുങ്ങിപ്പോയെന്ന് പപ്പ എപ്പോഴും പറയും. അമ്മ പോയതോടെ പപ്പ ആകെ ഒതുങ്ങിപ്പോയി. പപ്പയുടെ ഏക ആശ്രയം എന്റെ അമ്മയായിരുന്നു. അമ്മ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ. ഹേയ്, താൻ വിഷമിക്കണ്ടടോ. തനിക്കും അങ്കിളിനൊക്കെ ഞങ്ങളില്ലേ. തനിക്ക് അമ്മയായിട്ട് പറ്റിയൊരു സാധനം എന്റെ വീട്ടിലും ഉണ്ട്. പിന്നെ അതിനെ വേണ്ടാന്ന് പറഞ്ഞേക്കരുത്. അങ്ങനെ ഒരു സാധനമാണ്. തനിക്ക് ഞങ്ങൾ എല്ലാരും ഉണ്ടല്ലോ, താൻ വിഷമിക്കണ്ട. പപ്പ, നമ്മുടെ ജോസഫ് അങ്കിൾ നാട്ടിലൊറ്റയ്ക്കല്ലേ, അങ്കിളിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോടെ. ഇന്ന് ഞാൻ ജുവലിനെ കണ്ടിരുന്നു. ജുവലിനും അത് തന്നെയാ താല്പര്യം. ജുവൽ പറഞ്ഞിട്ട് അച്ഛൻ കേൾക്കുന്നില്ലെന്നാ പറഞ്ഞേ. പപ്പയ്ക്കൊന്ന് സംസാരിച്ച് നോക്കിക്കൂടെ? അപ്പത്തമ്പരാട്ടിക്ക് എന്നോട് മിണ്ടാൻ മാത്രമേ മുടയുള്ളൂ. ഞാനത് ചിന്തിച്ചതാ മോനെ. ഞാനിനി വിളിക്കുമ്പോ അവനോട് കാര്യമായിട്ട് തന്നെ ഇത് പറഞ്ഞേക്കാം. എങ്ങനെയെങ്കിലും അവനെ കൊണ്ടുവരണം. അവനെന്തിനാ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? എന്ത് വേദനയാ കോപ്പ്. കോക്കി, നിനക്ക് വയ്യാത്തതല്ലേ? നീ ഇന്ന് ലീവ് എടുക്ക. ഇന്നലെ നീ ഒരുപോലെ കണ്ണടിച്ചിട്ടില്ലല്ലോ. കുഴപ്പമില്ലടി അന്നാമ്മേ, ഇപ്പൊ ചെറിയ കുറവുണ്ട്. സാരമില്ല, ഞാൻ വന്നേക്കാം. ഓഫീസിൽ നിന്ന് കൂടുതൽ ക്ഷീണം തോന്നുവാണെങ്കിൽ ഇങ്ങ് പോന്നേക്കാം. ശരി, നീ ഇത് കഴിക്കുമെങ്കിലും ചെയ്യാന്നാ. എനിക്കൊന്നും വേണ്ടടി, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. വാ, നമുക്ക് ഇറങ്ങിയേക്കാം. ഗുഡ് മോർണിംഗ് ജുവൽ. ഗുഡ് മോർണിംഗ് സാർ. ഇവർക്ക് ഇതെന്ത് പറ്റി? ഒരു ഉഷാറ് കുറവ്. ഞാൻ എന്തിനാ പിള്ളേര് നോക്കുന്നത്? എന്തേലും ആവട്ടെ. ഓഹോ, കിടന്നുറങ്ങുന്നോ? ഇപ്പൊ ശരിയാക്കി തരാം. ജുവൽ, നീ എന്തീ കാണിക്കുന്നേ? കിടന്നുറങ്ങാനാണോ ഓഫീസിലേക്ക് വരുന്നേ? എന്നാ നിനക്ക് വീട്ടിൽ പോയി കിടന്നാ പോരെ? ഇറസ്പോൺസിബിൾ. നിങ്ങൾക്ക് എന്തുകൊണ്ടിട്ടാണ് ഈ കമ്പനിയിൽ എടുത്തേക്കുന്നത്? കിടന്നുറങ്ങാനാണെങ്കിൽ ഇവിടെ വന്നിരിക്കണം നിർബന്ധമൊന്നുമില്ല. യു ഗെറ്റ് ഇറ്റ്? യെസ് സർ. പോയോ? ശേ, അത്രയും പറയണ്ടായിരുന്നു. കരഞ്ഞോണ്ടാണല്ലോ ഇറങ്ങിപ്പോയെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? യെസ്, കമ്മിങ്. എന്താ? സർ, ഈ ജ്യൂസ് ഒന്ന് ജുവലിന് കൊടുക്കാനായിരുന്നു. അവളൊന്നും കഴിച്ചിട്ടില്ല രാവിലെ തൊട്ടേ, അതുകൊണ്ട് ഇത് കൊടുക്കാൻ വന്നതാ. അല്ല, അവൾക്കെന്ത് പറ്റി? അത് പിന്നെ അവൾക്ക് ഇന്നലെ നൈറ്റ് പീരീഡ്സ് ആയിരുന്നു. ഭയങ്കര പെയിൻ. അതുകൊണ്ട് അവൾ ഉറങ്ങിയിട്ടുമില്ല, ഒന്നും കഴിച്ചിട്ടുമില്ല. രാവിലെ ഞാൻ ലീവ് എടുക്കാൻ പറഞ്ഞതാ, പക്ഷെ അവളിങ്ങി പോന്നു. ഒന്നും കഴിച്ചിട്ടില്ല. തളർന്നു പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ ജ്യൂസും കൊണ്ട് വന്നതാ. ഓ ഓ, താൻ അവളുടെ ക്യാബിനിൽ വെച്ചേക്ക്. ഞാൻ അവള് വരുമ്പോ പറഞ്ഞേക്കാം. എന്നിട്ടാണോ ഞാൻ അവളെ വഴക്ക് പറഞ്ഞേ? പാവം, ക്ഷീണം കൊണ്ട് ഉറങ്ങിയതായിരിക്കും. ഇനി എന്താ ചെയ്യാ? ഹലോ ജിമിൻ, ഞാൻ ഇന്ന് പുറത്ത് പോയിട്ട് വരാം. അയാൾ വഴക്ക് പറയുമ്പോ എന്തിനാ ഞാൻ വിഷമിക്കുന്നേ? അതിന് അയാൾ എന്തിനാരാ? എന്റെ അവസ്ഥ അയാൾക്ക് അറിയാത്തോണ്ടായിരിക്കൂലേ? അല്ല, അയാൾ എന്തേലും കാണിക്കട്ടെ, അതിന് എനിക്കെന്താ? ഓ, പോയ എവിടുന്ന്? നന്നായി, അയാളുടെ തിരുമോധം കാണണ്ടല്ലോ. ദുഷ്ടൻ. ജുവൽ, ഇതാ ഇത് വെച്ചോ. നിനക്ക് വയ്യാത്തതല്ലേ? പിന്നെ ഐ ആം സോറി. ഇങ്ങയുടെ തല വല്ല തേങ്ങ വേണം. അല്ല, ഇതെന്താ? ഹായ്, ചോക്ലേറ്റ്സ്. നീ ഇതെപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഞാനിവിടെ വന്നപ്പോ നീ സൂര്യൻ എന്തോ പറയുന്ന പോലെ കേട്ടു.
ഞാൻ പകൽ സ്വപ്നം കാണാൻ തുടങ്ങിയെന്ന് തോന്നൂടാ, അല്ലാതെ നടക്കൂലല്ലോ. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഓ, അത് പപ്പ നിന്നെ വിളിക്കുന്നുണ്ട്, എന്തോ കാര്യം പറയാനാന്നാ പറഞ്ഞേ. പിന്നെ ജുവൽ, നിനക്ക് എന്തെങ്കിലും മണക്കുന്നുണ്ടോ? മണക്കാനോ? എനിക്കൊന്നും മണക്കുന്നില്ലല്ലോ. മണക്കുന്നില്ല? എന്നാ നിനക്ക് മണക്കാത്തതാ, എനിക്ക് മണക്കുന്നുണ്ട്. നല്ല ക്യാമുകന്റെ മണം. ജുവൽ, ഇന്നിവിടെ പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല, നീ വീട്ടിൽ പൊക്കോ. നിനക്ക് സുഖമില്ലാത്തതല്ലേ? ഹേ, കുഴപ്പമില്ല സാർ, ഞാനിപ്പോ ഓക്കെയാണ്. നിന്നോട് പറഞ്ഞത് കേട്ടാ മതി, നീ പോയിക്കോ. ഇങ്ങേരുടെ തലയിൽ ശരിക്കും തേങ്ങ വീണെന്നാ തോന്നുന്നത്. എന്തു പറ്റി ജുവൽ? എന്താ ഇവിടെ നിൽക്കുന്നേ? അത് സാർ എന്നോട് വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞു. അപ്പോ അല്ലേനെ കണ്ടെന്നോ പറയാനായിരുന്നു. ഓ, അതാണോ? അത് ഞാൻ പറഞ്ഞേക്കാടോ, താൻ പോയിക്കോ. ആ, ഓക്കെ സാർ. എടോ അന്ന, ജോലി വീട്ടിൽ പോയി, അവക്ക് സുഖമില്ലാത്തോണ്ട് ഐസക്ക് പോയിക്കോളാൻ പറഞ്ഞു. നിന്നോട് പറയാൻ പറഞ്ഞു. പിന്നെ വൈകിട്ട് നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ സാർ, അതൊന്നും വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. അയ്യോ, അത് പറഞ്ഞാൽ പറ്റൂല. ഞാൻ ജുവലിന് വാക്ക് കൊടുത്തതാ, താൻ ഇറങ്ങാൻ നേരം എന്നോട് പറഞ്ഞാൽ മതി. എനിക്ക് കുഴപ്പമൊന്നുമില്ലടോ. ഓക്കെ സാർ. താങ്ക് യു സോ മച്ച് സാർ. എന്നാ ശരിയടോ, ഞാൻ പോകുക. നീ എന്ത് പണിയാ കാണിച്ചേ? നീ എന്തിനാ ജിമിൻ സാറിനോട് എന്നെ കൊണ്ടുവിടാൻ പറഞ്ഞേ? ഞാനിപ്പോ പറഞ്ഞു. അല്ല, ആര് കൊണ്ടുവിട്ടെന്ന്? നീ എന്താ കേട്ടില്ലേ? ജിമിൻ സാറ്. അതിലെന്തോ ഇതുണ്ടല്ലോ. വരട്ടെ, നാളെ കണ്ടുപിടിക്കാം. ശരിയാ, ഞാനാ പറഞ്ഞേ. നീ എങ്ങനെ ഒറ്റയ്ക്ക് വരുമെന്ന് ഓർത്തിട്ട്. ഒന്നാമത് നമ്മള് വന്നിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ. നിന്റെ സേഫ്റ്റി അത് എന്റെയും കൂടെ ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ടാ ഞാൻ ജിമിൻ സാറിനോട് പറഞ്ഞേ. കഷ്ടായിപ്പോയി. ഇനി ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും പറയല്ല. ഞാൻ എങ്ങനെയും വന്നോളാം. ആലോചിക്കട്ടെ ഞാനൊന്ന്. എന്നാലും അയാൾ എന്തിനായിരിക്കും എന്നെ അത്രയും കെയർ ചെയ്തേ? ആദ്യത്തെ ആ മുരട്ടുകാരുടെ സ്വഭാവമൊന്നും ഇപ്പൊ അങ്ങനെ എടുക്കാറില്ലല്ലോ. എന്തോ അയാൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോ എനിക്കിത് എന്താ പറ്റിയേ? എനിക്ക് എപ്പോഴും എന്താ അവള് മാത്രം എന്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നേ. എനിക്ക് ഇനി അവളോട് എന്തെങ്കിലും, അവളങ്ങനെ കരഞ്ഞിട്ട് പോയപ്പോ എന്റെ ഹൃദയം എന്തിനാ അത്രയും പെടഞ്ഞത്? ഐ തിങ്ക് ഐ വിൽ ലവ് വിത്ത് ഹർ.